നിറഞ്ഞിരിക്കാൻ ഒഴിഞ്ഞിരിക്കണം. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ജനിച്ചു വീഴാനിടയായ കുടുംബത്തിൽ നിന്നാണെങ്കിലും നൂറ്റാണ്ടുകളായി കുടുംബപരമായി തന്നെ ആർജിച്ച അറിവ് കൊണ്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ജീവിതത്തിന് സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ കഴിയുന്നത്ര ആർജിക്കണമെന്നാണ്. ആർജിച്ചു കൂട്ടുന്നിടത്താണ് സ്വസ്ഥത ഉണ്ടാവുക. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ, അത് പണമാവാം, പ്രശസ്തിയാവാം, അധികാരമാവാം, എന്തുമാവാം, അത് എത്രയെത്ര കൂടുതൽ നമുക്ക് ലഭിക്കുന്നുവോ അത്രയും നമ്മൾ സ്വസ്ഥരായി തീരും എന്ന ഒരു അറിവാണ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ബോധത്തിൽ നിറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ പരിണാമ ചരിത്രം പരിശോധിച്ചാൽ ആവശ്യത്തിന് ഉള്ളത് കിട്ടാനേറെ പ്രയാസപ്പെട്ട് അലഞ്ഞു തിരിയേണ്ടി വന്ന ജീവിതമാണ് ഏറ്റവും കൂടുതൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഭയത്തിലും അരക്ഷിതാവസ്ഥയിലും അലഞ്ഞു തിരിയേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ. സ്വസ്ഥമായി, ശാന്തമായി, സുരക്ഷിത ബോധത്തോടുകൂടി മനുഷ്യജീവിക്ക് ജീവിക്കാൻ കഴിയാവുന്ന അന്തരീക്ഷമുണ്ടായിട്ട് അധിക നാളായിട്ടില്ല. നമ്മളുടെ DNA ഒക്കെ ആഴത്തിൽ പരിശോധിച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ പാടുകളാണ് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ പോരാ നമ്മളെപ്പോഴും ദാരിദ്ര്യത്തിലാണ് എന്ന ഒരു ബോധമാണ് ജൈവികമായി നമ്മളെ ഭരിക്കുന്നത്. എത്ര ആർജിച്ചു കൂട്ടിയാലും നമ്മളുടെ അടിസ്ഥാനപരമായ ബോധത്തിന് ആവശ്യത്തിനുള്ളത് ഉണ്ട് എന്ന് തോന്നില്ല, സ്വാഭാവികമായിട്ട് തോന്നില്ല. ഇനിയും കുറച്ചുകൂടി ആർജിച്ചിട്ട് വേണം സുരക്ഷിതമായിട്ടുള്ളൊരവസ്ഥയിൽ എത്തിച്ചേരാൻ എന്ന് തന്നെയാണ് എത്ര അറിവോടുകൂടിയിരിക്കുമ്പോഴും നമ്മളുടെ ബോധം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇടതടവില്ലാതെ അബോധവും ഉപബോധവും നമ്മോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പോരാ ഇനിയും എന്ന ആ ഒരു ഉൾസ്വരത്തെ വിവേകത്തോടുകൂടി ഉൾക്കൊള്ളാനും തടയിടാനും മനസ്സിലാക്കാനും അത് ഒരു സത്യമല്ല എന്ന് തിരിച്ചറിയാനുമൊക്കെ നമുക്ക് കഴിയുന്നിടത്തു നിന്നാണ് യഥാർത്ഥത്തിലുള്ള നിറവിലേക്കുള്ള വഴി തുടങ്ങുന്നത്. കൂടുതൽ നിറച്ചു വെച്ച് നമുക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല എന്ന് ഇനി നമ്മളോട് ആരും പറയേണ്ടതില്ല. അന്നം, വസ്ത്രം കൂടുതൽ കിട്ടുന്തോറും കൂടുതൽ പരതുന്ന ഒരു മനസ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ കയറിയാലോ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാലുമൊക്കെ ഏതാണ് വേണ്ടത് എന്ന് നിരന്തരമായി തേടിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുൻപിൽ നിങ്ങൾ ആവശ്യമുള്ളത്ര എടുത്തോളൂ എന്ന് പറഞ്ഞ് വിഭവങ്ങൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ
ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുന്ന മനുഷ്യരെത്ര പേരുണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മനുഷ്യരേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഭക്ഷണ സാധനങ്ങളാവട്ടെ, വസ്ത്രങ്ങളാവട്ടെ, എന്തുമാവട്ടെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്തമായ ആവേശത്തോടുകൂടി വാരി വലിച്ചെടുക്കാവുന്ന പരമാവധി വാരി വലിച്ചെടുത്തായിരിക്കും നമ്മൾ പോവുക. അത് നമുക്ക് ആവശ്യമുള്ളതാണോ, അത്യാവശ്യമുള്ളതാണോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ എവിടെ ഉണ്ടാവില്ല. ഇത് മനുഷ്യൻ്റെ മാത്രം പ്രശ്നമാണ്. മറ്റേതൊരു ജീവിയുടെ അടുത്തും അവർക്ക് ആവശ്യമായിരിക്കുന്ന അന്നം എത്ര അളവിൽ നമ്മൾ കൊണ്ടിട്ട് കൊടുത്താലും അവർക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം ഭക്ഷിച്ച് അവർക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് അവരെ സ്ഥലം കാലിയാക്കും. നമ്മൾ അവിടെ നിന്നെടുക്കാവുന്ന പരമാവധി എടുത്ത് കഷ്ടപ്പെട്ട് സ്ഥലം കാലിയാക്കും. ജൈവികമായ ഈ ദാരിദ്ര്യബോധത്തിൽ നിന്നാണ് നമുക്ക് മുക്തി വേണ്ടത്. എന്തൊക്കെ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോഴും എനിക്കാവശ്യത്തിനുള്ളത് മതി എന്ന് തീരുമാനിക്കുന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ അവിടെ നമ്മൾ അനുഭവിക്കുന്നതാണ് ഒഴിവ് എന്ന് പറയുന്നത്. ഒന്നും വേണ്ട എന്ന് പറയുന്നിടത്തല്ല ഒഴിവുണ്ടാകുന്നത്. എനിക്ക് അത്യാവശ്യത്തിനുള്ളത് മതി എന്ന് പറയുന്നിടത്താണ് ഒഴിവുണ്ടാകുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കണമെന്നേയില്ല. ബോധപൂർവമുള്ള അറിവിലൂടെ, വിവേകത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു അറിവാണത്. അത് നമുക്ക് മനസ്സിലാവാൻ, നമുക്ക് ആവശ്യമുള്ളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുന്നതിലേക്ക് നോക്കിയാൽ മതി. നൂറ്റാണ്ടുകളായി നമ്മൾ ആർജിച്ചു കൂട്ടിയിട്ടുള്ള അറിവിൻ്റെ മുകളിൽ നിരന്തരമായി സമരം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആർജിച്ചു കൂട്ടുന്നിടത്തല്ല ജീവിതമിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മരണം വരെ പലതും സ്വന്തമാക്കാനും ആർജിച്ചു കൂട്ടാനുമുള്ള നെട്ടോട്ടമോടുകയും ജീവിതത്തിൽ സ്വസ്ഥമായി ശാന്തമായി ഒരിടത്തിരുന്ന് വിശ്രമം എന്ന് പറയുന്ന ഏറ്റവും സമാധാനമുള്ള ഒരവസ്ഥ ഒരിക്കലും അനുഭവിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറിപ്പോയേക്കും. സ്നേഹത്തിന് വേണ്ടി അലയുന്നവരാണ് മനുഷ്യർ. സ്നേഹം കിട്ടി മതി തീർന്ന ഒരാളെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. സ്നേഹം കൊണ്ട് നമുക്കെപ്പോഴാണ് മതി തീരുക? യഥാർത്ഥത്തിൽ സ്നേഹം കൊണ്ട് മതി തീരണമെങ്കിൽ സ്നേഹിക്കാനുള്ള ഒരുപാട് ആളുകളുണ്ടായതുകൊണ്ടോ ഒരുപാട് സ്നേഹം കിട്ടിയതുകൊണ്ടോ കാര്യമില്ല. മറിച്ച് കിട്ടുന്ന സ്നേഹം അത് വളരെ ഇത്തിരിയാണെങ്കിൽ പോലും അതിൽ തൃപ്തിയുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ സ്നേഹത്തിൻ്റെ പരിപൂർണത നമ്മൾ അനുഭവിക്കുള്ളൂ. സ്നേഹം കിട്ടി മതി തീർന്നിട്ടല്ല സ്നേഹത്തിൻ്റെ പരിപൂർണത നമ്മൾ അനുഭവിക്കേണ്ടത്. കിട്ടുന്ന ഇത്തിരി സ്നേഹത്തിൽ തൃപ്തിയുള്ള മനസ്സുള്ളതാകുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പരിപൂർണത നമ്മൾ അനുഭവിക്കുക. അത്യാവശ്യത്തിന് മതി. ഒരാളെങ്കിലും, അത് നമ്മളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ സഹോദരങ്ങളോ ഒന്നുമാകണമെന്നില്ല, നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ചേർന്ന് നിൽക്കുന്ന, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ നമ്മളോട് സ്നേഹവും കരുതലും കരുണയും കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കാര്യത്തിൽ ചെറുതായെങ്കിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ ഇത്തിരിയെങ്കിലും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സ്നേഹം അനുഭവിക്കുന്ന ആളാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ സ്വയം തൃപ്തരാവാൻ ആർക്ക് കഴിയുന്നുവോ അവർക്ക് മാത്രമേ സ്നേഹത്തിൻ്റെ തൃപ്തി അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര സ്നേഹം കിട്ടിയാലും പോരാ പോരാ എന്ന് പറയുന്ന നമ്മളുടെ ആ പ്രാകൃതമായ ബോധത്തിന് അടിമപ്പെട്ട് എന്നും സ്നേഹരാഹിത്യത്തിൽ നമ്മൾ കഴിയേണ്ടി വരും. ഇത് സ്നേഹത്തിൻ്റെ മാത്രം വിഷയമല്ല, ഭക്ഷണത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ വിശപ്പ് മാറാൻ അത്യാവശ്യമുള്ള അന്നം മാത്രം എനിക്ക് മതി എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് ഭക്ഷണത്തെ പ്രതിയുള്ള ദാരിദ്ര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെങ്ങനെയാണോ? നമ്മൾ കൊതിയൂറുന്ന പലതരത്തിലുള്ള അന്നങ്ങളിലേക്ക് അട്രാക്റ്റഡായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അന്നപാനീയങ്ങൾ കിട്ടാത്തതിനെ പ്രതി അതൃപ്തരായിരിക്കുന്നവരാണ്. രുചി എന്ന് പറയുന്നത് നമ്മളുടെ ഈ നാവിൻ്റെ ബാഹ്യലോകങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഊർജം പകരുന്ന അത്യാവശ്യം അന്നം കിട്ടിയാൽ മതി, അത് തൃപ്തിയോടെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറാൻ അത്യാവശ്യം വേണ്ട ആരോഗ്യം പ്രദാനം ചെയ്യുന്ന മിനിമം ഭക്ഷണം കഴിക്കുന്നതിലൂടെ അതിലൊരാൾ തൃപ്തി അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കണ്ട എന്നല്ല, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ച് ക്ഷീണിക്കുന്നവരാണ് നമ്മൾ എന്ന അറിവിലേക്കൊന്ന് ഉണർന്നാൽ മതി. അത്യാവശ്യത്തിന് അന്നം കിട്ടിയാൽ, അത്യാവശ്യത്തിന് കിടക്കാൻ ഒരിടമുണ്ടെങ്കിൽ, രാത്രിയാവുമ്പോൾ വെയിലും മഞ്ഞും മഴയും കൊള്ളാതെ കിടന്നുറങ്ങാനൊരു കുഞ്ഞു കൂരയുണ്ടെങ്കിൽ, പാർപ്പിടത്തെ പ്രതി ഒരാൾ തൃപ്തിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് മാത്രമേ കൊട്ടാരം പണിതാലും തൃപ്തി ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് എത്ര വലിയ വീട് വെച്ചാലും അതിനേക്കാൾ സൗകര്യമുള്ള, അതിനേക്കാൾ വലിയ ഒരു വീട് കാണുമ്പോൾ അതൃപ്തി ഉള്ളിൽ വന്ന് നിറയും. ഞാൻ കിടക്കുന്ന വീട് കൊള്ളാവുന്ന ഒരു വീടാണ് എന്ന് അവർക്ക് തോന്നില്ല. നേരെ മറിച്ച് നമുക്ക് മിനിമം സൗകര്യത്തോടു കൂടി ഒരിടത്തിൽ തൃപ്തിയോടെ കഴിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കൊട്ടാരത്തിൽ കിടന്നാലും പാദവക്കിൽ കിടന്നാലും തൃപ്തിയോടെ കഴിയാനുള്ള മനസ്സുണ്ടാവും. പറഞ്ഞു വരുന്നത്, ഉള്ളതിൽ തൃപ്തിയോടെ ഇരിക്കുന്ന ബോധത്തിന് മാത്രമേ ഒഴിവ് അനുഭവിക്കാൻ പറ്റൂ. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കി എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്ന് വിലപിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മുടെ ബോധത്തിന് മുക്തി കിട്ടുക ഉള്ളതിൽ തൃപ്തിയോടുകൂടി ഇരിക്കുമ്പോഴാണ്. ഉള്ളതിൽ തൃപ്തിയോടുകൂടി ഇരുന്ന് വേറെ എന്തും അതിലേക്ക് വന്നു ചേർന്നാലും അവിടെ ദാരിദ്ര്യം അനുഭവിക്കില്ല. ഉള്ളതിൽ തൃപ്തിയില്ലാത്ത മനസ്സോടെ ഇരിക്കുന്ന ഒരാളിലേക്ക് എന്ത് വന്നു ചേർന്നാലും എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. നിറയെ ഓട്ടയുള്ള കുടത്തിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാണ് അത്. ദാരിദ്ര്യത്തിൻ്റെ അവശത അനുഭവിച്ച്, നിരാശ അനുഭവിച്ച് മരിച്ച് ജീവിക്കുന്ന സമ്പന്നരെയാണ് നമ്മൾ നമുക്ക് ചുറ്റും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായി നമ്മളിലേക്ക് നോക്കിയാൽ കുറവുകളെ പ്രതി, ലഭിക്കാത്തതിനെ പ്രതി വിലപിക്കുന്ന മനസ്സ് എനിക്കുണ്ടെങ്കിൽ
ഒരു കാലത്തും എൻ്റെ ദാരിദ്ര്യം അറ്റുപോകില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് കണ്ണ് കാണാൻ കഴിയുന്നുണ്ട്, എനിക്ക് കാത് കേൾക്കുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം ഭക്ഷണം കിട്ടിയതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതുകൊണ്ടും സ്വകാര്യമായി ഇരിക്കാനൊരു സ്പേസ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം വസ്ത്രം ധരിച്ചിട്ടുള്ളതുകൊണ്ടും കുറച്ചെങ്കിലും ആരോഗ്യമുള്ളതുകൊണ്ടുമാണ് നിങ്ങളും ഞാനും ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്. എന്നിട്ടും എൻ്റെ മനസ്സ് പോരാ എന്ന് പറയുന്ന വിഷാദത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരൊക്കെയോ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ എവിടെയൊക്കെയോ ഉണ്ട്, ഒരാളെയെങ്കിലും അങ്ങനെ അനുഭവിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്നില്ല. എന്നിട്ടും എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ എന്ന ഒരു വിലാപത്തിൽ, സ്നേഹരാഹിത്യത്തിൽ എനിക്കിരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഈ ലോകം മുഴുവൻ സ്നേഹം കൊണ്ട് എന്നെ മൂടിയാലും പോരാ എന്ന് പറയുന്ന ഒരു ദാരിദ്ര്യം എന്നെ വന്ന് അലട്ടിക്കൊണ്ടേയിരിക്കും. ആർജിച്ചു കൂട്ടാനുള്ള മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവികമായ പ്രവാഹങ്ങൾക്ക് അടിമപ്പെടാതെ എനിക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് കണ്ണു തുറക്കാനും അതിൽ തൃപ്തിയോടെ ഇരിക്കാനും, ഞാൻ അനുഗ്രഹീതനാണ് എന്ന് ആത്മാഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ച് പറയാനും ഈ പ്രപഞ്ചാവബോധത്തോട് കൃതജ്ഞതയുള്ളവരാവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ള് ഒഴിഞ്ഞു വരിക. അങ്ങനെയുള്ള ഒരു ഒഴിവിൽ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ജീവിതത്തിന് നിറവുണ്ടായി വരിക. നമ്മളെ ഫ്ലഡ് നടന്ന സമയത്ത് എല്ലാ വീടുകളും വെള്ളത്തിൽ മുങ്ങി ഒരു നേരത്തിന് അന്നം പോലും ലഭിക്കാതെ ജീവൻ മരണത്തിൻ്റെ മുമ്പിൽ ഭീതിയോടെ ഇരിക്കുന്ന സമയത്ത് ഒരു വഞ്ചിയിൽ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളുമായിട്ട് കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ടോ മറ്റോ കെട്ടിയിട്ടുള്ള ഒരു കുടിലിൻ്റെ പുറത്ത് പ്രായമുള്ളൊരമ്മ നിൽക്കുന്നു. ആ അമ്മയുടെ അടുത്തേക്ക് ഒരു വഞ്ചിയായിട്ട് ചെന്നു. ഇവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കുറച്ച് അരിയും പരിപ്പും കുറച്ച് വസ്ത്രങ്ങളും. അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ പ്രായമുള്ള അമ്മ പറയുകയാണ്, എനിക്ക് ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട്, പക്ഷെ ആ വീടുണ്ടല്ലോ, അവിടെ അവർക്ക് ആവശ്യത്തിന് ഉണങ്ങിയ വസ്ത്രം ഉണ്ടാവില്ല, അവർക്ക് ആവശ്യത്തിന് അന്നം ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ കൊടുക്കൂ. അവർ ചൂണ്ടിക്കാണിച്ച ആ ഒരു വീട് ഒരു മണിമാളികയാണ്. ഈ വെള്ളം എന്ന് ഇറങ്ങിപ്പോകുമെന്ന് അറിയാതെ വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രം തൻ്റെ അകത്തുള്ള ഒരമ്മ തൻ്റെ വിഭവങ്ങളിലേക്ക് കുറച്ചുകൂടി കിട്ടുകയാണെങ്കിൽ, കുറച്ച് ദിവസം കൂടി വിശപ്പില്ലാതെ ഇരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടായിട്ടും അത് സ്വീകരിക്കാതെ തൊട്ടപ്പുറത്തുള്ള മണിമാളികയിലിരിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുകയും അവർക്കൊരു പക്ഷേ ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടായിരിക്കില്ല, വസ്ത്രമുണ്ടായിരിക്കില്ല എന്ന് ചിന്തിക്കുകയും നിങ്ങളത് അവർക്ക് കൊടുക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ബോധമുണ്ടല്ലോ, അതിനെയാണ് ഒഴിഞ്ഞ ബോധം എന്ന് പറയുന്നത്. ആ ജീവിതം അത്രമാത്രം ധന്യമായിരിക്കും. ആ അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ പോയിട്ട് അമ്മയെ നോക്കിയാൽ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സുഷുപ്തി
നമുക്ക് ആ അമ്മയിൽ അനുഭവിക്കാൻ കഴിയും. ഉള്ളതിൽ തൃപ്തിയോടെ ഇരിക്കുന്ന മനസ്സിൻ്റെ അനുഗ്രഹീതമായ ഒരു ഭാവമാണ് ആ വാക്കിൽ നമ്മൾ കാണുന്നത്. പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, വിഷമസന്ധിയിലായിരിക്കുമ്പോൾ തനിക്ക് ചുറ്റുമുള്ളതിലേക്ക് കരുതലോടെ നീളുന്ന ഹൃദയമുണ്ടല്ലോ, അവിടെയാണ് ഒഴിവുണ്ടാവുക. കരുണയും കരുതലുമുള്ള ഇടത്താണ് ഒഴിവുണ്ടാവുക. അവിടെ മാത്രമേ നമുക്ക് നിറവുണ്ടാവുള്ളൂ. നാം ധ്യാനത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്താണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്? നമ്മുടെ ചുറ്റുപാടുകളോട് അത്രമാത്രം കരുണയും കരുതലുമുണ്ടായി ജീവിക്കാൻ കഴിഞ്ഞ ഒരാൾ കുറച്ച് സമയം ഒരിടത്ത് കണ്ണടച്ച് നീണ്ടു നിവർന്നിരുന്നാൽ തൻ്റെ ബോധത്തെ മുഴുവൻ ആവേശിച്ച് നിൽക്കുന്ന ചിന്താപടലങ്ങളുടെ പ്രവാഹം അനുഭവിക്കേണ്ടി വരും. പക്ഷേ ആ ചിന്തകളുടെ പ്രവാഹത്തിൽ അസ്വസ്ഥമാവാതെ വെറുതെ നീണ്ടു നിവർന്ന് ഇരുന്നു കൊടുക്കാൻ തയ്യാറായാൽ, താനിപ്പോൾ എന്തായിരിക്കുന്നുവോ അതിൽ തൃപ്തിയോടെ ഇരുന്നു കൊടുക്കാൻ തയ്യാറായാൽ, മെല്ലെ മെല്ലെ ചിന്തകളുടെ പ്രവാഹങ്ങൾ അടങ്ങി വരികയും സൗമ്യമായ ഒരു പ്രശാന്തി അവിടെ വന്ന് നിറയുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാ തരത്തിലുമുള്ള നിറവുകളും ഒഴിഞ്ഞുപോയി ഒഴിവിൻ്റെ ഒരു മഹാസിംഫണി നാം നമ്മുടെ ബോധത്തിൽ അനുഭവിക്കും. ഒരോടക്കുഴലിൽ നിന്ന് ഉണർന്നു വരുന്ന നാദധാര പോലെ ബോധസംഗീതത്തിൻ്റെ ശ്രുതിയിൽ നാം അലിഞ്ഞില്ലാതായിത്തീരുന്നത് അനുഭവിക്കും. ഇങ്ങനെ ആന്തരികമായും ബാഹ്യമായും ഒഴിവിൻ്റെ ലോകങ്ങൾ അനുഭവിക്കുന്നതിന് ഒരു ബോധത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഭാവം ഉള്ളതിൽ തൃപ്തിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നിറഞ്ഞിരിക്കാൻ ഒഴിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആഗ്രഹങ്ങളുടെ ഒഴിവ്, അഹങ്കാരങ്ങളുടെ ഒഴിവ്. പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾക്കിടയിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങളിലൂടെ രണ്ടുപേർ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്കിടയിൽ ഏറ്റവും വലിയ തടസ്സമായി വരുന്നത് അഹന്തയുടെ നിറവാണ്. ഞാനാണോ ശരി, നീയാണോ ശരി എന്ന് പറയുന്ന തരത്തിലുള്ള താർക്കികതയിലേക്ക് ബോധമുണർന്നു വരുമ്പോൾ അഹന്തയുടെ നിറവ് വന്ന് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒഴിവിന് തടസ്സം സൃഷ്ടിക്കുമ്പോൾ ആ അഹന്തയോട് മാറി നിൽക്കൂ എന്ന് ആർക്കാദ്യം പറയാൻ കഴിയുന്നുവോ അവർ ആഴമേറിയ ഒഴിവനുഭവിക്കും. അതീവ ഹൃദ്യമായ ഒരു പ്രശാന്തി അങ്ങനെയുള്ളവരുടെ മനസ്സിനെ വിമലീകരിക്കും. ആഗ്രഹങ്ങൾക്ക് മുകളിൽ ആഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടി ഓരോ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കുമ്പോഴും അതിൽ നിന്ന് ഉണർന്നു വരുന്ന 1000 ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഓരോ ആഗ്രഹങ്ങളുടെ സബലീകരണവും 1000 ആഗ്രഹങ്ങളെ പ്രസവിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്യാവശ്യമുള്ള ആഗ്രഹങ്ങൾ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഒഴിവ് അനുഭവിക്കും. അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ, ആഗ്രഹങ്ങളുടെയൊക്കെ നൂലാമാലകൾ വന്ന് നമ്മളുടെ ജീവിതത്തിൻ്റെ ധന്യതയെ വലിഞ്ഞു മുറുക്കുമ്പോൾ ശ്രദ്ധയോടെ അവയുടെയെല്ലാം ഇടപെടലിന് അനുവദിക്കാത്ത തരത്തിൽ ബോധത്തെ കരുതലോടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന മനസ്സിന് ഒഴിവ് അനുഭവിക്കാൻ കഴിയും. ആ ഒരു ഒഴിവിൻ്റെ മഹനീയതയിലാണ് ജീവിതം നിറവുറ്റതായി നമ്മൾ അനുഭവിക്കുക. ജീവിക്കുന്ന ഓരോ നിമിഷവും സമ്പന്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം.
അങ്ങനെയുള്ള ധന്യതയാർന്ന സമ്പന്നതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നാം ജീവിച്ച് മരിക്കുന്നവരായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ആർജിച്ചു കൂട്ടിയിട്ടും മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. നമ്മളെപ്പോഴും ജീവിക്കുന്ന ജീവിതം മറ്റാർക്കോ വേണ്ടിയാണ്. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. തീർച്ചയായിട്ടും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോവുകയും നമ്മളോട് ചേർന്നിരിക്കുന്നവർക്കെല്ലാം വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം മഹത്തായ ജീവിതമാണ് എന്നൊരു തെറ്റിദ്ധാരണ ആരൊക്കെയോ നമ്മുടെ ബോധത്തിൽ നിറച്ചു വച്ചിട്ടുണ്ട്. ആന്തരികമായി ജന്മസിദ്ധമായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അനേക തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. സംഗീതത്തിലാവാം, കലയിലാവാം, സാഹിത്യത്തിലാവാം, വായനയിലാവാം, യാത്രകളിലാവാം. ഇങ്ങനെ പലതരത്തിലുള്ള എൻ്റെ വ്യക്തിബോധത്തിന് ഊർജം പകരാൻ സഹായിക്കുന്ന ഒരുപാട് താല്പര്യങ്ങളുമായിട്ടാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. ഈ താല്പര്യങ്ങളെ മുഴുവൻ പരിഗണിക്കാതെ പോയാൽ നാം ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കും. പൂർണ്ണമായും പരിഗണിച്ച് അതുമാത്രം പരിഗണിച്ച് ജീവിക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ ജീവിതം തീരെഴുതി കൊടുക്കുമ്പോൾ അവരവരുടെ ജീവബോധത്തിൽ വെമ്പിയും വിതുമ്പിയും നിൽക്കുന്ന താല്പര്യങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ച് അവർക്ക് വേണ്ട അന്നം കൂടി പകരാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആർക്ക് എത്രയൊക്കെ സ്നേഹവും കരുതലും പകർന്നു കൊടുത്താലും നമ്മൾ ദാരിദ്ര്യത്തിലായിരിക്കും. നമുക്കൊരിക്കലും ഒഴിവനുഭവിക്കാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി നമ്മളുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും പരമാവധി നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ അതോടൊപ്പം അവരവരുടെ ബോധത്തെ പുണർന്നു നിൽക്കുന്ന ആഴമേറിയ താല്പര്യങ്ങളെ കൂടി പരിഗണിക്കാനും അതിന് അത്യാവശ്യമായിരിക്കുന്നത് പകർന്നു കൊടുക്കാനും കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്നും ദാരിദ്ര്യം അനുഭവിക്കും. ചിത്രം വരയ്ക്കുന്ന, പാട്ട് പാടുന്ന, നന്നായി കവിത എഴുതുന്ന, നല്ല കൃഷി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി അതെല്ലാം മാറ്റിവെച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ നിരാശ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. എൻ്റെ ബോധത്തിലൊരു നാദത്തെ ഒരു അനുഗ്രഹമായി എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കാനുള്ളൊരു കഴിവ്, എഴുതാനുള്ളൊരു കഴിവ്, പാടാനുള്ളൊരു കഴിവ്, കൃഷി ചെയ്യാനുള്ള കഴിവ്, യാത്ര പോകാനുള്ള കഴിവ്, എന്തെങ്കിലും തരത്തിലുള്ള തുന്നാനുള്ള കഴിവ്, ഏതെങ്കിലും തരത്തിൽ ചെറുതായെങ്കിലും സർഗാത്മകമായ താല്പര്യം, കഴിവ് ബോധത്തിലില്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കുന്നില്ല. അങ്ങനെ നമ്മളുടെ ബോധത്തെ സർഗാത്മകമായി ഉണർത്താവുന്ന ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ നമുക്കുണ്ടായിരിക്കുകയും മറ്റനേകം കാരണങ്ങൾ പറഞ്ഞ് അത് നമ്മൾ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും നമ്മളുടെ ഉള്ള് ഒരു വിഷാദത്തിൻ്റെ ലോകത്തിന് അടിമപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അനുഗ്രഹീതമായി നമ്മിൽ വന്നു ചേർന്ന അത്തരം സർഗാത്മകമായ താല്പര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ പരിഗണന കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്നും ദരിദ്രരായിരിക്കും. എത്ര പേർക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും നാം ചെയ്തു കൊടുക്കുന്ന നന്മകളുടെ തൃപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് വിലപിക്കുന്ന ഒരു സ്വരം നമ്മൾ നിരന്തരം അനുഭവിക്കേണ്ടി വരും. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ നാം നമ്മുടെ കിടക്കയിലോ പായയിലോ വന്ന് കിടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിരാശയുടെ ഒരു ധ്വനി നമ്മളുടെ ജീവിതത്തെ വന്ന് മൂടുന്നത് നമ്മൾ അനുഭവിക്കും.
ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞും നമുക്ക് കിടക്കേണ്ടി വരും. ഇത്രമാത്രം നന്മ ചെയ്തിട്ടും, ഇത്രമാത്രം എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം പകർന്നു കൊടുത്തിട്ടും ത്യജിച്ചിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഈ അതൃപ്തി അനുഭവിക്കുന്നത് എന്ന് എനിക്ക് എന്നോട് ചോദിക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ജീവൻ നമ്മളോട് പറയും, നിങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ കൊടുത്ത പരിഗണന, നീ നിങ്ങളുടെ അച്ഛന് കൊടുത്ത പരിഗണന, അമ്മയ്ക്ക് കൊടുത്തത്, ഭാര്യയ്ക്ക് കൊടുത്തത്, ഭർത്താവിനും മക്കൾക്കും കൊടുത്തതൊക്കെ എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? എന്നെ പരിഗണിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. എൻ്റെ സർഗാത്മകതയെ പരിഗണിക്കാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല. എന്നെക്കൊണ്ട് മാത്രം ചെയ്തു തീർക്കാവുന്ന, എൻ്റെ പരിഗണന കൊണ്ട് മാത്രം പുഷ്ടി പ്രാപിക്കാവുന്ന ആ ഒരിടത്തെ അവഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ എന്തൊക്കെ ആർജിച്ചു കൂട്ടുന്നതെങ്കിലും അതെല്ലാം എനിക്ക് ദാരിദ്ര്യമായിരിക്കും സമ്മാനിക്കുക. ഇനി നേരെ തിരിച്ച്, എന്നിലൊരു സർഗാത്മകതയുണ്ട് എന്ന് വെച്ച് ആ ഒരു സർഗാത്മകതയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം എന്നൊരാൾ തീരുമാനിച്ചാലും അയാളും ദാരിദ്ര്യം അനുഭവിക്കും. എൻ്റെ സർഗാത്മകതയെ, ആന്തരികമായ എൻ്റെ സ്വഭാവാനുസൃതമായ താല്പര്യങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുമ്പോൾ അതോടൊപ്പം എൻ്റെ ചുറ്റുപാടുമുള്ള ഉത്തരവാദിത്തങ്ങളിലേക്കും കൂടി പരിഗണനയോടെ ഒഴുകാനും പ്രസരിക്കാനും കൂടി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ സർഗാത്മകതയിലുള്ള ജീവിതം എനിക്ക് തൃപ്തി തരുള്ളൂ. ഇങ്ങനെ വ്യഷ്ടിഗതമായും സാമൂഹികമായും സമഷ്ടിഗതമായുമൊക്കെയുള്ള ഒരു ആഴമേറിയ ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്സിന് മാത്രമേ സ്വസ്ഥതയുണ്ടാവുള്ളൂ, ജീവിക്കുന്നു എന്ന തൃപ്തി ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു വെളിച്ചമാണ് നിറഞ്ഞിരിക്കാൻ ഒഴിഞ്ഞിരിക്കണം എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കലല്ല, അത്യാവശ്യമുള്ളത് ചെയ്ത് അത്യാവശ്യത്തിൽ മാത്രം ആഗ്രഹം വെച്ച് ആവശ്യത്തിനുള്ളത് മാത്രം മതി എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് സമ്മാനിക്കുന്നതാണ് ഒഴിഞ്ഞിരിക്കൽ. ആ ഒഴിഞ്ഞിരിക്കലിലാണ് നാം നിറവുറ്റ ജീവിതത്തെ അനുഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ബോധത്തിൽ ഒരു ഒഴിവ് അനുഭവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളുവെങ്കിൽ പോലും നാം എത്രമാത്രം ധന്യതയോടെയും സമ്പന്നതയോടെയും തൃപ്തിയോടെയും നമുക്കിരിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, നമ്മൾ സ്നേഹത്തോടുകൂടി കുറച്ചാളുകൾ ഒരു സ്ഥലത്ത് കൂടിയാൽ എവിടെയാണ് കിടക്കുക എന്ന് ചോദിച്ചാൽ വളരെ സ്നേഹസമ്പന്നരായ മനുഷ്യരുടെ കൂട്ടമാണെങ്കിൽ ഏതിടുങ്ങിയ സ്ഥലത്ത് നമ്മളെ കൊണ്ടിട്ടാലും കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നത് പോലെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ കട്ടിൽ വേണമെന്നോ സോഫ വേണമെന്നോ കിടക്ക വേണമെന്നോ ഒന്നും നമ്മൾ പറയാറില്ല. ഉള്ള പായ വിരിച്ച്, ഉള്ള ഷീറ്റ് വിരിച്ച് തലങ്ങും വിലങ്ങും കിടന്ന് നമ്മൾ ധന്യമായി സമ്പന്നമായി കിടന്നുറങ്ങും. ഹൃദയത്തിൽ ഒഴിവുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഭൗതികമായ സാഹചര്യങ്ങൾ ആർജിച്ചു കൂട്ടുന്നിടത്തോ വർദ്ധിപ്പിക്കുന്നിടത്തോ അല്ല ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യമിരിക്കുന്നത് എന്ന് മനസ്സിലാവും. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാന്നിധ്യമുള്ളിടത്ത് ആവശ്യത്തിനുള്ളത് മാത്രം മതി എന്ന് തോന്നും. അവിടെ നമ്മുടെ ബോധത്തിനൊരു ഒഴിവുണ്ടാവും. ആ ഒഴിവിൽ നിറവാർന്ന ഒരു ജീവിതം നമ്മൾ അനുഭവിക്കും. എല്ലാ സ്നേഹത്തോടെയും നമസ്കാരം.